നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് നമ്മളെ നവീൻ പറഞ്ഞ കാര്യമൊക്കെ പറയാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ അനിയുടെ മുഖമൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ വിചാരിക്കും ആദർശ് പോയതിൻ്റെ സങ്കടമായിരിക്കും എന്നൊക്കെ വിചാരിക്കും കേട്ടോ നന്ദു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിന്നെ എല്ലാം ഏൽപ്പിച്ചിട്ട് ആദർശേട്ടൻ പോയിരിക്കുന്നത്, നീ അതുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ ഇപ്പം നോക്കി നടത്തിയ ബ്രാഞ്ച് എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് വന്ന് നല്ല വിജയിച്ചുകൊണ്ടൊക്കെയാണ് നിന്നെ ആദർശേട്ടൻ എല്ലാം ഏൽപ്പിച്ചിട്ടൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയടുത്താണെങ്കിൽ പിന്നെ നന്ദു പറയുന്നുണ്ട്. പക്ഷേ അനിയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും പറയുന്നതുമില്ല. അല്ല നമ്മൾ നയനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നയനാണെങ്കിൽ ആദർശ് പോയതിൻ്റെ വിഷമത്തിലൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതെ, എന്തായാലും എനിക്കും ഒക്കെ വിഷമമുണ്ട്, മോളെന്തായാലും സങ്കടപ്പെടാതെ, അവനെന്തായാലും പെട്ടെന്ന് വരുമല്ലോ, ഒരാഴ്ചത്തെ കാര്യമൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം, ഇല്ല അമ്മ, ആദർശേട്ടൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നയന. പിന്നെ നയനാണെങ്കിൽ റൂമിൽ ചെല്ലുമ്പോൾ ഒറ്റയ്ക്കൊക്കെ അല്ലേ റൂമിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആദർശിനെയൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ അവിടെ കാണിക്കുന്ന നമ്മളെ നയന കട്ടിൽ ഇങ്ങനെ കിടക്കുന്നതിനെ കാണിക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ അബിയെ കാണിക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആദർശ് പോയതിൻ്റെ. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അമ്മായിയമ്മയും മരുമോളും ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത്, എന്തായാലും ഈ വിഷമം അങ്ങ് നിലനിർത്തണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും കുരുട്ടുബുദ്ധികളും കാര്യങ്ങളൊക്കെ അവന് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും അവൻ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.